നമസ്കാരം. 2020 ഒരു ആക്സിഡന്റിൽപ്പെട്ട് 29 വയസ്സ് പ്രായമുള്ള ഒരാൾ മരണപ്പെട്ടതിന് ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകിക്കൊണ്ടുള്ള ഒരു MACT കോടതിയുടെ അവാർഡാണ് സ്ക്രീനിൽ കാണുന്നത്. അപകട സമയത്ത് മരണപ്പെട്ട ആൾ വിദേശത്ത് ജോലി ചെയ്തിരുന്ന ഒരു എഞ്ചിനീയർ ആയിരുന്നു എന്നും മാസം 75,000 രൂപ വരുമാനം ഉണ്ടായിരുന്നു എന്നുമാണ് ക്ലെയിം ചെയ്തിരുന്നത്. എന്നാൽ അത് കോടതിയിൽ തെളിയിക്കാൻ സാധിച്ചില്ല. പക്ഷേ മരണപ്പെട്ട ആളുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ പരിഗണിച്ച് കോടതി 20,000 രൂപ മാസവരുമാനം കണക്കാക്കി. മുൻ വീഡിയോകളിൽ കണ്ടതുപോലെ ബാച്ചിലർ ആയിരുന്നതുകൊണ്ട് 50% പേഴ്സണൽ എക്സ്പെൻസ് കുറച്ചു. പ്രായവും വിദ്യാഭ്യാസ യോഗ്യതയും കണക്കിലെടുത്ത് കോടതി 40% ഫ്യൂച്ചർ പ്രോസ്പെക്ടസും കണക്കിലെടുത്തു. അങ്ങനെ കോടതി അവാർഡ് പാസാക്കി. കോടതി ഈ കേസിൽ പാസാക്കിയ അവാർഡ് എത്രയാണ് എന്ന് നോക്കാം. ലോസ് ഓഫ് ഡിപ്പെൻഡൻസി 45 ലക്ഷം രൂപയാണ് ക്ലെയിം ചെയ്തത്. 28,56,000 രൂപ കോടതി അനുവദിച്ചു. ഫ്യൂച്ചർ പ്രോസ്പെക്ടസ് 40 ലക്ഷം രൂപ ക്ലെയിം ചെയ്തു, പക്ഷെ കോടതി ഒന്നും അനുവദിച്ചില്ല. എക്സ്പെൻസസ് ഫോർ ട്രാൻസ്പോർട്ട് 1 ലക്ഷം രൂപ ക്ലെയിം ചെയ്തു, കോടതി 10,000 രൂപ അനുവദിച്ചു. ഡാമേജ് ടു ക്ലോത്തിങ് 1 ലക്ഷം രൂപ ക്ലെയിം ചെയ്തു, കോടതി 2,000 രൂപ അനുവദിച്ചു. ഫ്യൂണറൽ എക്സ്പെൻസസ് 1 ലക്ഷം രൂപ ക്ലെയിം ചെയ്തു, കോടതി 18,000 രൂപ അനുവദിച്ചു. ലവ് ആൻഡ് അഫെക്ഷൻ 10 ലക്ഷം രൂപ ക്ലെയിം ചെയ്തു, കോടതി 50,000 രൂപ അനുവദിച്ചു. ലോസ് ഓഫ് എസ്റ്റേറ്റ് 25 ലക്ഷം രൂപ ക്ലെയിം ചെയ്തു, കോടതി 18,000 രൂപ അനുവദിച്ചു. ലോസ് ഓഫ് കൺസോർഷ്യം 10 ലക്ഷം രൂപ ക്ലെയിം ചെയ്തു, കോടതി 96,000 രൂപ അനുവദിച്ചു. അങ്ങനെ ആകെ ഈ കേസിൽ 50 ലക്ഷം രൂപയാണ് ക്ലെയിം ചെയ്തിരുന്നത്. കോടതി അനുവദിച്ചത് 30,50,000 രൂപയും ഇൻട്രസ്റ്റും കോസ്റ്റുമാണ്. താങ്ക് യു.